പ്രവാസ ജീവിതം ഒളിച്ചോട്ടമാക്കി മാറ്റുന്ന ഒട്ടനവധി വ്യക്തികളുടെ കഥകൾ ഞങ്ങൾക്കറിയാം. അവരോട് പ്രവാസ ലോകത്തിന് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ ഒളിച്ചോട്ടത്തിൻ്റെ കാരണം അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണീരിനേക്കാൾ, അവരുടെ കാത്തിരിപ്പിനേക്കാൾ വലുതല്ല. മടങ്ങിവരവിൻ്റെ കാലം അതിക്രമിച്ചിരിക്കുന്നു. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിൻ്റെ പുതിയൊരു ഏട് കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ദമാമിലെ പ്രമുഖ മലയാളി കൂട്ടായ്മയായ വെസ്കോസ മലയാളി അസോസിയേഷന്റെ വാർഷിക പദ്ധതിയായ കനവ് 2014 ഒക്ടോബർ 2 വിതരണം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ 11 പഞ്ചായത്തുകളിൽ നിന്നും എൻഡോസൾഫാൻ മൂലം ദുരിതമനുഭവിക്കുന്ന 11 പേരെ കണ്ടെത്തി. ഓരോരുത്തർക്കും 20,000 രൂപ വീതം ചികിത്സാ സഹായം നൽകി. കാസർഗോഡ് നടന്ന യോഗത്തിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്യാമള ദേവി അധ്യക്ഷം വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് കനവ് പരിപാടിയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ നൽകി. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആര്യനന്ദ, ബാലകൃഷ്ണ ഒക്കലിക്ക, B ഫാത്തിമ, ഗംഗാധരൻ, മനോജ്, നബീസ, രാഘവൻ, രാജേഷ്, രത്നാവതി, സജിത, സുകുമാരൻ എന്നിവർക്കുള്ള ചികിത്സാ സഹായം വിതരണം ചെയ്തു. എൻഡോസൾഫാൻ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അഷീൽ ആശംസ അർപ്പിച്ചു. അസോസിയേഷൻ അംഗങ്ങളായ സജീവൻ, സുരേന്ദ്രൻ, രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഷാലി ലൂയിസ് നന്ദി അറിയിച്ചു. നവോദയ അംഗമായിരിക്കെ നാട്ടിൽ വെച്ച് മരണപ്പെട്ട കോട്ടയ്ക്കൽ അറയ്ക്കൽ സ്വദേശി കുഞ്ഞു മുഹമ്മദിനുള്ള നവോദയ കുടുംബസഹായ ഫണ്ട് കൈമാറി. CPM കോട്ടയ്ക്കൽ ഏരിയ സെക്രട്ടറി മുഹമ്മദ് മാസ്റ്റർ സഹായധനം കുഞ്ഞു മുഹമ്മദിന്റെ മകൻ ഇർഷാദിന് കൈമാറി. ജിദ്ദ അൽസാമർ ജില്ലയിൽ ടാക്സി ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന കുഞ്ഞു മുഹമ്മദ് 1 മാസം മുൻപ് അവധിക്ക് നാട്ടിലെത്തി. 2 ആഴ്ച കഴിഞ്ഞാണ് ഹൃദയാഘാതം മൂലം മരണം സംഭവിച്ചത്. നവോദയ അൽസഫ ഏരിയ അൽസാമർ യൂണിറ്റ് അംഗമായിരുന്നു മരിച്ച കുഞ്ഞു മുഹമ്മദ്. ഭാര്യ സൈനബ, വിവാഹപ്രായമെത്തിയ 2 പെൺമക്കളടക്കം 4 കുട്ടികളുണ്ട്. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന കുഞ്ഞു മുഹമ്മദിന് നവോദയ പ്രവർത്തകരും സഹൃദയരും ചേർന്ന് സ്വരൂപിച്ച ഫണ്ടാണ് നാട്ടിൽ കൈമാറിയത്. ചടങ്ങിൽ കേരള പ്രവാസി സംഘം നേതാക്കളായ MC അബു, മുഹമ്മദ് അലി, നവോദയ ജിദ്ദ പ്രവർത്തകരായ അർഷാദ് ഫറൂഖ്, സുനീർ മോങ്ങം, ഹംസ കോട്ടയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. 10 മാസങ്ങൾക്ക് മുൻപ് സൗദിയിലെ റിയാദിൽ സ്പോർട്സ് മെഡിസിൻ ഹോസ്പിറ്റലിലെ സൂപ്പർവൈസർ ജോലിക്കായി പോയതാണ് തിരുവനന്തപുരം പൂവാർ സ്വദേശി സുന്ദരൻ ജബരാജ്. എന്നാൽ അദ്ദേഹം അവിടെ എത്തിയോ എന്ന് പോലും ഭാര്യ ഹെലന് വിവരം ലഭിച്ചിട്ടില്ല. ജബരാജ് എവിടേക്കാണ് അപ്രത്യക്ഷമായതെന്നറിയാതെ വിഷമത്തിലാണ് ഈ കുടുംബം. ഏകമകൾ ജബ ജാസ്മിൻ അച്ഛൻ്റെ തിരിച്ചുവരവിനായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജബരാജിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഈ കുടുംബത്തോട് നമുക്ക് ചോദിച്ചറിയാം. അതിനു മുമ്പ് എന്ത് ജോലി ചെയ്തിരുന്ന ആളാണ്? അവിടെ അൽഗബ്സിയിലായിരുന്നു ഒരു കമ്പനിയിൽ. എന്നിട്ട് ഇവിടെ റിയാദിലേക്ക് മാറ്റി. ഇത് സ്പോർട്സ് മെഡിസിൻ ഹോസ്പിറ്റലിൽ തന്നെ ജോലിയായിരുന്നു. എന്ത് ജോലിക്കാരനാ? സൂപ്പർവൈസർ പണി എന്നാണ് ഇവിടെ ടൈലറിംഗ് പണി അറിയാം. അവിടെ എത്ര കാലമായി പുള്ളി? കല്യാണത്തിന് മുമ്പേ ഇരിക്കണം. എത്ര കൊല്ലായി? കല്യാണത്തിന് മുമ്പേ 5 കൊല്ലമായിട്ട് അവിടെ ഉണ്ടെന്ന്. 14 കൊല്ലമായി. അവിടെ നല്ല പരിചയമുള്ള ആളാണ്. അതെ, അത് ശരി. അല്ലാണ്ട് ഇതുള്ള ആളൊന്നുമല്ല. ഈ 10 മാസത്തിന് മുമ്പ് പോകുമ്പോ നാട്ടിൽ എത്ര മാസം നിന്നിട്ടാ പോയേ? ഒരു 2 മാസം നിന്നായിരുന്നു. 2 മാസം നിങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് ചെലവഴിച്ചിട്ടാണ് പോയത്. ഇവിടെ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല? ജീവിക്കാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ? അങ്ങനെ ഒന്നുമില്ല, വീട് മാത്രം തന്നെ. വീടുണ്ടല്ലോ. ശ്രീധന പൈസക്ക് തന്നെ വെച്ചത്. ഇയാൾക്ക് വല്ല ദുസ്വഭാവങ്ങളുള്ള ആളാണ്? വേറെ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. ഹലോ, നമ്മള് ഒത്തുപോകാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാ? ഇല്ല, എന്തോ ഉണ്ട് അല്ലേ? ഞാൻ അപ്പൊ അങ്ങനെ ഒരു നിങ്ങളെ ചോയന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് ആ പരിപാടി നമുക്കില്ല. വീട്ടിൽ ഞങ്ങളും തനിച്ചാ. ഞാനും മോളും നാട്ടിൽ നിൽക്കാൻ പറഞ്ഞായിരുന്നു. നാട്ടിൽ നിൽക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോ പറയൂ.
ആൾക്ക് തിരിച്ച് സൗദിക്ക് പോകണമെന്ന് തന്നെയായിരുന്നു. എന്താ അതാണ് കാരണം. അവർ വീട്ടുകാർക്ക് അവരവിടെ പോകണമെന്നുള്ളത്. ആളുടെ വീട്ടുകാർക്ക് ഇതാണ് ഇഷ്യൂ. നിങ്ങൾക്ക് അദ്ദേഹം ഇവിടെ നിൽക്കണമെന്നും അവർക്ക് പോയി ജോലി ചെയ്യണമെന്നുള്ളതാണ് വിഷയം അല്ലേ? നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല. നിങ്ങളിത് പറഞ്ഞു അദ്ദേഹത്തോട്, അദ്ദേഹം യോജിച്ചില്ല. ഇത്രയല്ലുള്ളൂ കേസ്. അവസാനം എന്നെ വേണ്ടെന്നുള്ള രീതിയിലാണ്. അതെന്താ കാരണം? എനിക്കറിയില്ല. അദ്ദേഹമായിട്ട് ജീവിക്കാൻ സന്തോഷം തന്നെ. അദ്ദേഹത്തോട് നിങ്ങൾക്ക് യാതൊരു വെറുപ്പുമില്ല. അദ്ദേഹം വരണമെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് നിങ്ങളോട് വല്ല അത്തരത്തിലുള്ള ഇതുണ്ടാ? നിങ്ങൾ ഒഴിവാക്കണമെന്നൊന്നുമില്ല അദ്ദേഹത്തിന്? അദ്ദേഹത്തിനില്ല. ഇല്ല. അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കുണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ കൂലിപ്പണി തന്നെ. ഇവരുടെ അച്ഛനല്ലേ അല്ലേ? എങ്ങനെയെങ്കിലും അയാൾ നാട്ടിലേക്ക് വരണം. ജബരാജ്, നിങ്ങളുടെ ഭാര്യ നിങ്ങൾ അമിതമായി സ്നേഹിക്കുന്നു ജബരാജ്. അതിലൂടെ അവരൊരു വിഷാദ രോഗിയായിരിക്കുന്നു ജബരാജ്. ഇതാണ് എൻ്റെ കണ്ടുപിടുത്തം. നിങ്ങൾ അംഗീകരിക്കണ്ടോയെന്ന് എനിക്കറിയില്ല. അവരെ വിഷാദ രോഗം ബാധിച്ചിരിക്കുന്നു. അവർ തീരെ ഇതൊന്നും പറയാൻ കൂട്ടാക്കാതെ എൻ്റെ നിർബന്ധത്തിനും എൻ്റെ സഹപ്രവർത്തകയുടെ നിർബന്ധത്തിനും വഴങ്ങിയാണ് ചെറിയ ചെറിയ വാക്കുകളിലൂടെ ഞങ്ങൾ ഇതൊക്കെ നെയ്തെടുത്തത്. നിങ്ങളടുത്ത് നിൽക്കണം എന്ന് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ജബരാജ്, അല്ലാതെ മറ്റൊന്നുകൊണ്ടും അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ പൂർണ്ണമായി അവഗണിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പാപമാണ്. കുടുംബക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ആളുകളെ വേർപിരിക്കലല്ല, ഒന്നിപ്പിക്കലാണ് നമ്മളുടെ ശ്രമം. ജബരാജിനും ഹെലനും ഒരു കുട്ടി വളർന്നു വരുന്നുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മനുഷ്യജീവിതം എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഘട്ടത്തിൽ നിൽക്കുന്ന കാലഘട്ടമാണല്ലേ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ജബരാജിനെ കാണുന്ന പ്രവാസ ലോകം പ്രവർത്തകർ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അദ്ദേഹം തന്നെ കാര്യങ്ങൾ ഇതാക്കി അവരെ വിളിക്കണം എന്നുള്ളതാണ്. വേറൊരൊറ്റ ആഗ്രഹമില്ല. നിങ്ങളുടെ കൂടെ ജീവിക്കുക എന്നുള്ള ഏക ആഗ്രഹമാണ് ഈ സഹോദരി വെച്ച് പുലർത്തുന്നത്. മോൾക്ക് എന്തെങ്കിലും പറയണ്ട അച്ഛനോട്? നാട്ടിൽ വരണം. നമുക്ക് അന്വേഷിക്കാം, കൊണ്ടുവരാം കേട്ടോ. ജബരാജ് വരും കേട്ടോ, ജബരാജ് വരും, അത് ഉറപ്പാണ്. അത് നമ്മളെ കുറേ ആളുകളൊക്കെ അവിടെ ചെന്ന് ജബരാജിനെ വിളിച്ച് നമ്മൾ സംസാരിക്കും കേട്ടാ. എല്ലാം കുറച്ചും കൂടി ഒന്ന് പ്ലീസ് കേട്ടാ, ഒന്ന് പോസിറ്റീവായിട്ട് നിൽക്കുക. ശരി, ഓക്കെ. 1994 മുതൽ സൗദിയിലെ ഒരു കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു കൊല്ലം മങ്ങാട് സ്വദേശി നാസർ. 96 ഉംറയ്ക്ക് പോയി തിരിച്ചു വരവെ മജുംനയിൽ വെച്ച് ഒരു വാഹനാപകടത്തിൽ ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. നട്ടെല്ലിനും സുഷുമ്നയ്ക്കും ക്ഷതം സംഭവിച്ച് 18 വർഷമായി ഇദ്ദേഹം ശയ്യാവലംബനാണ്. ഇൻഷുറൻസ് കമ്പനികളും നീതിവ്യവസ്ഥയും കൈയൊഴിഞ്ഞ ഒരു മനുഷ്യന്റെ വേദന നിറഞ്ഞ കഥയിലേക്ക്. കൊല്ലം ജില്ലയിലെ മങ്ങാട്, ഇവിടെ വിദ്യാനഗർ എന്ന കോളനിയിലെ ഒലിപ്പിൽ വീട്ടിൽ EA നാസർ എന്ന 47കാരൻ കഴിഞ്ഞ 11 വർഷമായി ശയ്യാവലംബിയാണ്. 1996 ഫെബ്രുവരി 20-ാം തീയതി സൗദി അറേബ്യയിൽ വെച്ച് സംഭവിച്ച ഒരു കാർ അപകടത്തിൽ നാസറിന്റെ ശരീരം തളർന്നുപോയി. നട്ടലിന് ക്ഷതമേറ്റ് കഴുത്തിന് കീഴ്പോട്ട് മരവിച്ചു പോയ നാസർ തളർന്ന സ്വപ്നങ്ങളുമായി ഈ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിലേറെയായി. ഇപ്പോഴും എല്ലാം ഭാര്യ തന്നെ എല്ലാം മാറി തരണം. മൂത്രവും മൂത്രവും ഒക്കെ വെടി വെച്ച് തന്നെ എടുക്കണം. ഇപ്പം മലം പോകുന്നതിന് തന്നെ 12 രൂപയുടെ ഒരു ഗുളിക, സപ്പോസ്റ്റർ എന്ന് പറയുന്ന ഒരു ഗുളിക വെച്ചാൽ മലം പോലും പോകുന്നത്. റിയാദിലെ കിങ് ഖാലിദ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഭൂരിപക്ഷം വരുന്ന മലയാളി ഡോക്ടർമാരുടെ ശ്രദ്ധാപൂർവമായ പരിചരണത്തിൽ നാസർ ജീവിതത്തിലേക്ക് മടങ്ങി. ആധുനിക സൗകര്യങ്ങളുള്ള ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റണമെന്ന വിദഗ്ധാഭിപ്രായം പാലിക്കാൻ വാഹന ഉടമയോ കമ്പനി മാനേജ്മെന്റോ തയ്യാറായില്ല. കേരളത്തിലാകുമ്പോൾ ചികിത്സാ ചെലവ് കമ്മിയാകുമെന്നും എന്തുകൊണ്ടും ജന്മനാട്ടിലേക്കുള്ള തിരിച്ചുവരവ് തന്നെയാണ് അഭികാമ്യമെന്നും കമ്പനി പ്രതിനിധികൾ പറഞ്ഞു. അന്ന് അവർ പറഞ്ഞതെന്ന് പറയുന്നത് ഇങ്ങനെ ഈ 2500 റിയാൽ അവിടെ കൊടുത്ത് ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് എത്ര നാൾ ചെയ്യാൻ പറ്റും, അതൊരു വലിയ തുക വരും, അത് കമ്പനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നതാണ് എല്ലാ രീതിയിലും നല്ലത്. കാര്യം എന്നെ സംബന്ധിച്ചും നാട്ടിൽ വരുമ്പോൾ വീട്ടുകാരുടെ ഒരു പരിചരണം കിട്ടും. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതും അത് തന്നെ. അതുകൊണ്ട് പെട്ടെന്ന് നമ്മളത് സമ്മതിച്ചു. മലയാളികളായ സഹപ്രവർത്തകർ പണം പിരിവെടുത്താണ് നാസറിനെ നാട്ടിലെത്തിച്ചത്.
ഇതിനിടയിൽ നാട്ടിൽ നിന്ന് NK പ്രേമചന്ദ്രൻ MP വിദേശകാര്യ വകുപ്പ് മന്ത്രിയായ IK ഗുജ്റാളിനെ നാസറിന്റെ പരിതാപാവസ്ഥ അറിയിച്ചു. ഇന്ത്യൻ എംബസിയോട് രോഗിക്ക് വേണ്ട സഹായം എത്തിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചു. എംബസിയിൽ നിന്ന് തനിക്ക് കിട്ടേണ്ടിയിരുന്ന സഹായ സഹകരണങ്ങൾ ലഭിച്ചില്ല എന്നും നാസർ പറയുന്നു. വാഹന ഉടമ നൽകിയ നഷ്ടപരിഹാരമാണ് ആകെ ലഭിച്ചത്. കമ്പനിക്കാരാകട്ടെ നഷ്ടപരിഹാരമായി നാസറിന് തുക നൽകിയെന്ന നുണ ആവർത്തിക്കുന്നു. എംബസിക്കാർ കാര്യങ്ങൾ ചോദിച്ചു, ഡീറ്റെയിൽസ് ചോദിച്ചു. ഇവന് നിങ്ങൾ പൈസ കൊടുത്തത് എങ്ങനെയാണ്, ഏതാണ്, അവനൊന്ന് കൊടുക്കണമെന്നൊക്കെ അവർ ചോദിച്ചപ്പോൾ അവർ അക്കവിട്ട് നിരത്തി കാര്യങ്ങൾ പറഞ്ഞതിനകത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 1400 റിയാൽ പെർ ഡേ വെച്ച് അവരവിടെ കമ്പനി ആസ്പത്രിയിൽ സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ചികിത്സാ ചെലവ് അത് അവരുമായിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കമ്പനിയുടെ പ്രസ്താവനയിലെ പൊള്ളത്തരം ഇന്ത്യൻ എംബസിക്ക് വ്യക്തമായിട്ടും എന്തുകൊണ്ട് കമ്പനിക്കെതിരെ നിയമ നടപടികൾക്കായി സൗദി അറേബ്യയിലെ വിദേശകാര്യ വകുപ്പിനെ എംബസി പ്രേരിപ്പിക്കുന്നില്ല എന്ന പ്രഹേളിക നിലനിൽക്കുന്നു. ഇന്ന് ശരീരവും മനസ്സും തളർന്ന ഈ മനുഷ്യന്റെ ചികിത്സാ ചെലവുകൾ വഹിക്കുന്നത് ഭാര്യാപിതാവും ബന്ധുക്കളുമാണ്. ഋതുമാറ്റങ്ങൾ തോറും തന്റെ ജീവവൃക്ഷത്തിന്റെ പത്രങ്ങൾ ഓരോന്നും കൊഴിഞ്ഞു വീഴുന്നത് നാസർ നിസ്സഹായനായി നോക്കിയിരിക്കുന്നു. കന്യാകുമാരി സ്വദേശി സജു 7 വർഷങ്ങൾക്ക് മുൻപാണ് അലൈനിലേക്ക് ജോലി തേടി പോകുന്നത്. ആദ്യം 3 വർഷങ്ങളിൽ സ്ഥിരമായി വീടുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഒരിക്കലും ഇദ്ദേഹം നാട്ടിലെത്തിയിട്ടില്ല. കഴിഞ്ഞ 4 വർഷമായി മകന്റെ ശബ്ദം പോലും കേൾക്കാനാകാതെ ആകെ വിഷമത്തിലാണ് സജുവിന്റെ മാതാപിതാക്കൾ. ഷാർജ ജയിലിലാണെന്നും അവിടെ നിന്ന് മുംബൈയിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ടെന്നുമാണ് സജുവിന്റെ സുഹൃത്തിൽ നിന്ന് ഇവർക്ക് ലഭിച്ച വിവരം. സജുവിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ഈ കുടുംബത്തോട് ചോദിച്ചറിയാം. സജു പോയിട്ട് 7 വർഷമായി. അതിനുശേഷം തീരെ വന്നിട്ടില്ല. സജുവിന് എത്ര വയസ്സുണ്ട്? 27 വയസ്സ്. ഇപ്പം 26 വയസ്സ് മുടിഞ്ഞ് 27 വയസ്സ് തുടങ്ങിയതേ ഉള്ളൂ. എന്ത് ജോലിക്കാ അങ്ങോട്ട് പോയത്? കൂലിപ്പണി തന്നെ, മേസ്തിരി പണി. അപ്പോ പൈസ അയച്ചിരുന്നു? 3 വർഷത്തിന് മുമ്പേ പൈസയൊക്കെ അയച്ചു തന്നു. കുറേശ്ശെ പൈസ നമ്മുടെ കയ്യിൽ നേരെ വരില്ല. അങ്ങനെ ആരെടുത്തെങ്കിലും അങ്ങനെ കൊടുത്തയച്ച് അങ്ങനെ വേറെ ഒരാൾ നമ്മുടെ പക്കത്തിൽ രണ്ടുണ്ടായിരുന്നു, അവരെ കൂടി ഈ പൈസ ഇവന് അയച്ചു തരും. 10,000. ആപ്പിള് ഫോണൊക്കെ വിളിക്കും. ഇപ്പം 4 വർഷം കൊണ്ട് ഫോണും വിളിക്കില്ല. എവിടെ കിടക്കണമെന്ന് അറിഞ്ഞൂടാ, ഒരു പൈസ അയക്കില്ല, ഒന്നുമില്ല. എന്താ സംഭവിച്ചത്? ഒരു സംഭവം നമുക്കറിഞ്ഞൂടാ. ആരെങ്കിലും പരിചയക്കാരില്ലേ അവിടെ, സുഹൃത്തുക്കൾ? അങ്ങനെ പരിചയമുള്ള ഒരാൾ തന്നെ വിളിച്ചു പറഞ്ഞു. 2013 ഏപ്രിൽ മാസമാണ് അത് വിളിച്ചു പറഞ്ഞത്. 2013 ഏപ്രിൽ മാസം എന്ന് പറയുമ്പോ 2014 ഒരു വർഷം വർഷമായില്ലേ? അപ്പൊ നിങ്ങൾ അതിനൊന്നും ചെയ്തില്ലേ? അപ്പോഴാ കൂട്ടുകാരെ പറഞ്ഞിട്ടാണ് ഒരാൾ വിളിച്ചത്. അപ്പോഴ് പറഞ്ഞ് സജു ഇങ്ങനെ ഷാർജ ജയിലിലാണുണ്ട്. എന്തിനാ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇങ്ങനെ ജയിലിലാണ് കിടക്കുന്നത്, അവൻ്റെ ഒരു കൂട്ടുകാരനാണ് ഞാൻ എന്ന് പറഞ്ഞാണ് കാര്യം പറഞ്ഞ് അത്രയും സംസാരിച്ചിട്ടുള്ളൂ. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. ചോദിക്കും മുമ്പ് തന്നെ ഇത്രയും പറഞ്ഞിട്ട് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജൂൺ മാസം ആയപ്പോഴത്തേക്ക് വീണ്ടും വിളിച്ച് അവനെ ഈ മാസം അവസാനം നാട്ടിലോട്ട് അയക്കും. അപ്പോഴേ തിരിച്ച് പറഞ്ഞ് അപ്പോഴത്തേക്ക് അറിയിച്ചാൽ നമ്മൾ തിരുവനന്തപുരത്ത് പോവാമെന്ന്. അപ്പോഴേ പറഞ്ഞ് ഇല്ല, ബോംബെയിലോട്ടേ അയക്കുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ്. അതിനുശേഷം ആ സുഹൃത്തിനെ കുറിച്ചും ഒരു വിവരമില്ല. സുഹൃത്തിന്റെ ഫോൺ നമ്പർ ഉണ്ടോ ഇതില്? ഇല്ല ഇല്ല. ആ ഫോൺ നമ്പറിലേക്ക് പിന്നെ വിളിച്ചോ? ഇല്ല, അത് നെറ്റ് നമ്പറാണ്. സജു പൊതുവെ എങ്ങനെയുള്ള ആളാ അമ്മേ? പൊതു സ്വഭാവമൊക്കെ നല്ല സ്വഭാവമാണ്? നല്ല സ്വഭാവം തന്നെ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഇവിടെ പോകുന്നത് ഒരു നല്ല സ്വഭാവം തന്നെ. ബോംബെയിലുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇല്ല, ബോംബെയിൽ കയറ്റി അയക്കുമെന്ന് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. ബോംബെയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള ഇതൊന്നും അറിഞ്ഞൂടാ. ഒരു വിവരമില്ല. ഷാർജ ജയിലിടുന്നാ പറയുന്നത് അല്ലേ? കുറ്റം എന്താണെന്ന് അറിയില്ല. ഇല്ല ഇല്ല, അതൊന്നും പറഞ്ഞില്ല. ഷാജു പഠിച്ചിട്ടുള്ള ആളാണോ? 10ാം ക്ലാസ്. നിങ്ങൾ പിന്നെ തമിഴ്നാട് ഗവൺമെന്റിനെ സമീപിച്ചിരുന്നോ ആരെങ്കിലും? ഇല്ല ഇല്ല, അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇല്ല. നിങ്ങൾ ആരോടും അവിടെയുള്ള അലൈനിലൊക്കെ നിങ്ങളുടെ ആൾക്കാരുണ്ടാവില്ലേ ഷാർജയിലൊക്കെ, അവരോടൊന്നും അന്വേഷിച്ചില്ല? അവിടെ നമ്മളെ ബന്ധുക്കളായിട്ട് ആരും ഇല്ല. അവിടെ ആരുമില്ല. UAE പ്രവാസ ലോകം പ്രവർത്തകരോടാണ്. നമ്മളുടെ
തമിഴ്നാട്ടിൽ നിന്ന് വളരെ കുറവ് ആളുകളാണ് ഗൾഫ് നാടുകളിലുള്ളത്. നമ്മളപേക്ഷിച്ച് വളരെ കുറവാണ് അവർ. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ബന്ധപ്പെടാനുള്ള വഴികളില്ലാത്തവരാണ് നമ്മുടെ പോലെ. അതുകൊണ്ട് പലപ്പോഴും തമിഴ് സഹോദരന്മാർ കൈരളി ടി വിയെ ആശ്രയിക്കാറുണ്ട്. നമ്മളത് വളരെ സ്നേഹപൂർവ്വം അവരുടെ കാര്യങ്ങൾ ഇടപെടാറുണ്ട്. അവർക്കുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് ആരുമില്ലാത്തവരാണ്. ഇപ്പോൾ ഈ സജു ജയിലിലാണ് എന്ന് അറിഞ്ഞിട്ട് 1.5 വർഷമായി ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ആളുകൾ. അപ്പോൾ നമ്മളെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള സഹോദരന്മാരെ സഹായിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുകയും എന്നുള്ളത്. സജു ജയിലിൽ നിന്ന് പോന്നു എന്ന് പറയുന്നു. ആർക്കും ഒരു നിശ്ചയമില്ല. എന്തിനാണ് സജു ജയിലിൽ പോയത് എന്നും നിശ്ചയമില്ല. പാവപ്പെട്ട മാതാപിതാക്കൾ വന്ന് നമ്മുടെ പോലുള്ള ചാനലിൽ വന്നിരുന്ന് കരയല്ലാതെ അവരെന്താ ചെയ്യുക? സജു ബോംബെയിലുണ്ടോ എന്നറിയില്ല, ബോംബെയിലേക്ക് കയറ്റി അയച്ചു എന്ന് പറയുന്നു. ഈ നടക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രാകൃതമായിട്ടുള്ള നിലപാടെന്താണെന്ന് വെച്ചാൽ, നമ്മളെ ആളുകളെ കയറ്റി അയക്കുമ്പോൾ ഇന്ത്യ 120 കോടി ജനങ്ങൾ വസിക്കുന്ന നാടാണെന്നും ഒരുപാട് സ്ഥലങ്ങളുള്ള പട്ടണങ്ങളുള്ള നാടാണെന്നും ഇന്ത്യൻ എംബസി മറക്കുന്നു, അവിടുത്തെ ഗവൺമെൻറ്റുകൾ മറക്കുന്നു. അവിടുത്തെ ഗവൺമെൻറ്റുകളെ തദ്ദേശവാസികളുടെ പട്ടണത്തിലേക്ക്, ഇപ്പോൾ കന്യാകുമാരിയിലുള്ള ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അപകടം പറ്റിയാൽ അയാളെ കയറ്റി അയക്കേണ്ടത് തിരുവനന്തപുരത്തേക്കാണ്, അല്ലെങ്കിൽ ചെന്നൈയിലേക്കാണ്. അത് ചെയ്യാതെ അയാളെ ബോംബെയിലേക്ക് അയച്ചിട്ട് എന്താ കാര്യം? അവർക്കിപ്പോൾ ബോംബെക്ക് അയക്കുന്നതും കന്യാകുമാരിക്ക് അയക്കുന്നതും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ആരും സഹായിക്കാനില്ലാത്ത മനുഷ്യരെ ബോംബെക്ക് അയച്ചിട്ട് എന്താ? സജു ഇപ്പോൾ ബോംബെയിൽ എത്തിയിട്ടുണ്ടായിരിക്കാം, ബോംബെയിൽ എത്തിയിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ പ്രവാസ ലോകത്തിൻ്റെ പ്രവർത്തകർ UAE-യിലുള്ള ആളുകൾ സജുവിനെ അന്വേഷിക്കണം. സജു ഷാർജ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നതെങ്കിൽ അവിടെ പോയി അതിൻ്റെ ഡേറ്റ് ഓഫ് ഡിപ്പോർട്ടേഷൻ്റെ എടുക്കണം, ആ കുടുംബത്തെ അറിയിക്കണം. ബോംബെയിൽ സജു ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ തീർച്ചയായും വീട്ടിലേക്ക് വിളിക്കണം. അല്ലെങ്കിൽ സജുവിൻ്റെ വെയർ അബൌട്ട്സ് എവിടെയാണ് ഉള്ളത് എങ്കിൽ കുടുംബത്തെ അറിയിക്കണം എന്നാണ് പറയാനുള്ളത്. നമുക്ക് അതിൻ്റെ മാക്സിമം ശ്രമിക്കാം കേട്ടാ. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതായ ആളിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ അഡ്രസ്, ഫോൺ നമ്പർ എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസ ലോകം, കൈരളി TV, കൈരളി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. ലോകത്തെല്ലായിടത്തും പ്രവാസികൾ അവശേഷിപ്പിച്ചിട്ട് പോകുന്ന അവരുടെ കുടുംബങ്ങൾ ഭയത്തിൻ്റെ നിഴലിലാണ്. തങ്ങൾക്ക് ചുറ്റുമുള്ള സമൂഹം തങ്ങളുടെ സുരക്ഷിതത്വത്തിൻ്റെ ചട്ടക്കൂട് തകർക്കുമോ എന്നതാണ് ഇവരുടെ ഭയം. ഒരു വശത്ത് പ്രവാസിയും മറുവശത്ത് പ്രവാസിയുടെ കുടുംബവും സമൂഹത്തിൻ്റെ കരുണ തേടുന്നു. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിൻ്റെ ഒരധ്യായം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരധ്യായത്തിലൂടെ. നന്ദി, നമസ്കാരം.